അങ്ങനെ 18-ന് രാത്രി ട്രിച്ചിയിൽ നിന്ന് തഞ്ചാവൂരെത്തിയ ഞങ്ങൾ ഭക്ഷണശേഷം ഉറങ്ങാൻ കിടന്നു. തലേ ദിവസം വളരെ നേരത്തെ എഴുന്നേറ്റ കാരണം പിറ്റേ ദിവസം വൈകി എഴുന്നേറ്റാൽ മതി എന്നായിരുന്നു തീരുമാനം. കാരണം എല്ലാവരും യാത്രയൊക്കെ ചെയ്ത് ഇത്തിരി ക്ഷീണമുണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 19-ാം തീയതി തിങ്കളാഴ്ച ദീപാവലിയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ദീപാവലി. നമ്മുടെ നാട്ടിലെ തിരുവോണം പോലെ. അന്നത്തെ ദിവസം ഒരു കടയും തുറക്കുകയില്ല. നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ അന്വേഷിച്ചു വച്ചിരുന്നു. അടയാർ ആനന്ദഭവൻ മാത്രമേ തുറക്കുകയുള്ളൂ എന്ന് അറിഞ്ഞു. എന്തായാലും രാവിലെയും ഉച്ചക്കലത്തെയും ഭക്ഷണം അവിടെ തന്നെ ആവാമെന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത്. 8:30യോടുകൂടി എല്ലാവരും കുളിച്ച് റെഡിയായി നേരെ ആനന്ദഭവനിലേക്ക് പോയി. നല്ല രാജകീയമായ പ്രഭാത ഭക്ഷണമായിരുന്നു കേട്ടോ. ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ്, ധാരാളം ചമ്മന്തി, വെറൈറ്റി ടൈപ്സ് ഓഫ് ചമ്മന്തി എല്ലാം ഉണ്ടായിരുന്നു. കൂടാണ്ട് കുറച്ച് മധുരവും, ദീപാവലി അല്ലേ. എല്ലാവരും വീടുകളിലേക്കുള്ള സ്വീറ്റ്സും ധാരാളം വാങ്ങിച്ചു. അടയാർ ആനന്ദഭവനിലെ സ്വീറ്റ്സിൻ്റെ രുചി പ്രത്യേകം പറയണ്ട. നല്ലവണ്ണം നല്ല നറുനെയ്യ് ചേർത്തുണ്ടാക്കിയ സ്വീറ്റ്സ് ആയിരിക്കും അവിടെയുള്ളത്. അങ്ങനെ എല്ലാവരും വീട്ടിലേക്കുള്ള സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് നേരെ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോയി. ബൃഹദീശ്വര ക്ഷേത്രത്തിലെ വാസ്തുവിദ്യകളൊക്കെ പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. ഏകദേശം 1003-നും 1010-നും ഇടയ്ക്ക് ചോളരാജാക്കന്മാരുടെ കാലത്ത് കാവേരി നദീതീരത്ത് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം. വലിയ ശിവലിംഗമാണ് അവിടുത്തെ പ്രത്യേകത. കുറേ നേരം അവിടെ ഇരുന്ന് പാട്ടുപാടിയും. വെയിൽ ഞങ്ങൾ ചതിച്ചില്ല കേട്ടോ. കാരണം ഒരു മങ്ങിയ കാലാവസ്ഥയായിരുന്നു. വെയിലായിരുന്നെങ്കിൽ നമുക്ക് വേഗം പോരേണ്ടി വന്നേനെ. കുറേ നേരം അവിടെയെല്ലാം കറങ്ങി ഞങ്ങൾ വീണ്ടും ആനന്ദഭവനിൽ വന്ന് ഊണ് കഴിച്ച് തഞ്ചാവൂർ പാലസിലേക്ക് പോയി. പക്ഷേ അന്ന് ദീപാവലി കാരണം പാലസ് മുടക്കായിരുന്നു. എന്നാൽ പിന്നെ നേരെ നാട്ടിലേക്ക് തിരിക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. അങ്ങനെ പോകുന്ന വഴിയിൽ നോക്കിയപ്പോൾ നിറയെ ചുമന്ന പൂക്കൾ. ഞങ്ങൾ വിചാരിച്ചത് റോസ് പൂക്കളാണെന്നാണ്. പക്ഷേ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ചെത്തിപ്പൂക്കളാണ് കൃഷി ചെയ്യുന്നത്. അമ്മപ്പട്ടി എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെയും ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. രാവിലെ, അതായത് ചൊവ്വാഴ്ച വെളുപ്പിന് 2:30-3 എല്ലാവരും അവരുടെ വീട്ടിലേക്ക് എത്തി. വീണ്ടും മറ്റൊരു യാത്രയിൽ കാണാമെന്ന് ഉറപ്പുമേൽ എല്ലാവരും വീട്ടിലേക്ക് എത്തി. ഞാനും അടുത്ത യാത്രയുടെ പ്ലാനിങ്ങിലാണ്. ഓക്കെ, ബൈ.